ഹായ് ഗൈസ്, നമുക്ക് ഇതേപോലെയുള്ള വെള്ളരിക്ക വെച്ചിട്ടൊരു മോരുകറി ഉണ്ടാക്കിയാലോ? അപ്പോൾ ഇതേ 1.5 കിലോ വെള്ളരിക്ക ഇതേപോലെ കഴുകി വൃത്തിയാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതേപോലെ ക്യൂബായിട്ടാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. ഇത് കണ്ടോ, ഇതേപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ മിൽമയുടെ നല്ല കട്ട തൈര് 1.5 പാക്കറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. 1.5 ലിറ്റർ തൈരാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഒരു 6 പച്ചമുളക് ഇതേപോലെ കീറി വെച്ചിട്ടുണ്ട് കേട്ടോ. മോരുകറിക്കൊന്നും അധികം എരിവ് വേണ്ടല്ലോ. അപ്പോൾ ഞാൻ എരിവില്ലാത്ത പച്ചമുളകാണ് 6 എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു 2 ടേബിൾ സ്പൂൺ ഇഞ്ചി കൊത്തി അരിഞ്ഞത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 10-20 വെളുത്തുള്ളി, കറിവേപ്പില, ഒരു 4 വറ്റൽമുളക്, കുറച്ച് ചെറിയ ഉള്ളി കടുക് വറുക്കാനായിട്ട് ഇത്രയും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കേ ഈ വെള്ളരിക്കയൊക്കെ ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ കുക്കറിലേക്ക് ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ. അപ്പോൾ ഞാൻ കുക്കറിലേക്ക് ഇത് മുഴുവൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുക്കറിൽ ഇട്ട് കൊടുത്ത് ഒരു 5 വിസിലടിച്ച് കഴിഞ്ഞാൽ ഉടനെ വെള്ളരിക്ക നന്നായിട്ട് വെന്തോളും കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ചിലർക്കൊന്നും ഒത്തിരി വെള്ളരിക്ക ഇങ്ങനെ ഒത്തിരി വേകുന്നൊന്നും ഇഷ്ടമില്ല കേട്ടോ. അപ്പോൾ അവരൊക്കെ എന്ന് വെച്ചാൽ ഒരു വിസിലൊക്കെ അടുപ്പിച്ചാൽ മതിയാവും, എന്നാൽ തന്നെ വെള്ളരിക്ക നന്നായിട്ട് വേകും കേട്ടോ. ഞാനൊരു 5 വിസിലടുപ്പിച്ചിട്ടുണ്ട്. ഇച്ചിരി ഒന്ന് നന്നായിട്ട് വെന്തോട്ടെന്ന് വിചാരിച്ചേ. അപ്പോൾ അതിലേക്ക് ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർത്ത് കൊടുക്കുവാണ്. പച്ചമുളക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാനുണ്ടല്ലോ പിന്നെ ചേർത്ത് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അതിലേക്ക് പിന്നെ ഞാൻ ഈ കറിവേപ്പില ഇട്ട് കൊടുക്കുവാണ്. ഒരു തണ്ട് കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത്. പലരും കുക്കറിൽ കറിവേപ്പില ഇട്ട് കൊടുക്കത്തില്ല. എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ വിസിൽ വരുന്നിടത്തെങ്ങനെ അടഞ്ഞു പോയെങ്കിലോ എന്ന് വിചാരിച്ചേ. അപ്പം ഞാൻ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടിയും നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ കൈപ്പിടിക്കാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. 1 പിടി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിനകത്തേക്ക് ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് അത് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ 1/2 കപ്പ് വെള്ളം തന്നെ മതിയാവും. അപ്പം ഒത്തിരി വെള്ളമായി കൊടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ മോരുകറി അങ്ങ് പുന്നപ്പുഴയിലെ വെള്ളം പോലെ ഇരിക്കും കേട്ടോ. ഒത്തിരി അങ്ങ് ലൂസായി പോകും കേട്ടോ. അപ്പോൾ ഞാനിത് അടച്ച് വെച്ചതിന് ശേഷം ഒരു 5 വിസിലടിച്ചിട്ടുണ്ട്. 5 വിസിലടിച്ചതിന് ശേഷം അത് തുറന്ന് നോക്കുമ്പോൾ ഇത് അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. പലർക്കും മോരുകറി നല്ലോണം കുറുകിയിരിക്കണമെങ്കിൽ ഇത്രയും വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ. അപ്പോൾ ഞാൻ ഇത്രയും വെള്ളം ചേർത്തിട്ടാണ് മോരുകറി ഇത് വെള്ളരിക്ക വേവിച്ചെടുത്തിരിക്കുന്നത്. വെള്ളരിക്ക നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഈ സമയം ഞാൻ തൈരെല്ലാം കൂടെ അടിച്ചെടുത്തു കേട്ടോ. മിക്സിയുടെ ജാറിൽ ഒഴിച്ച് വെച്ചിട്ട് തൈരെല്ലാം കൂടെ അടിച്ചെടുത്ത് അതിലേക്ക് ചേർത്ത് കൊടുത്തു കേട്ടോ. കണ്ടോ, ഇപ്പം നന്നായിട്ട് തൈരെല്ലാം ചേർത്ത് കൊടുത്ത് ഇച്ചിരി ലൂസായിട്ടാണ് മോരുകറി ഇരിക്കുന്നത്. ഇനി നമുക്ക് ഈ മോരുകറി ഒന്ന് നന്നായിട്ട് ചൂടാക്കി എടുക്കണം കേട്ടോ. തിളപ്പിച്ചൊന്നും പോവണ്ട കേട്ടോ. തിളപ്പിച്ച് പോയാൽ തൈര് പിരിഞ്ഞു പോകും. അപ്പോൾ ഈ സമയം നമുക്ക് ഉപ്പൊക്കെ വേണമെങ്കിൽ നോക്കാം കേട്ടോ. ഞാൻ ഇച്ചിരി ഉപ്പും കൂടൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് കടുക് താളിച്ച് ചേർക്കണം കേട്ടോ. മോരൊത്തിരി ഒന്നും അങ്ങ് ചൂടായി പോയിട്ടില്ല കേട്ടോ. ആവി വന്നതേ ഉള്ളേ. ഒരു കടുക് താളിക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചു. അതിലേക്ക് 1.5 ടീസ്പൂൺ കടുകും 1 ടീസ്പൂൺ ഉലുവായും കൂടെ ഇട്ട് കൊടുത്തു കേട്ടോ. അതൊന്ന് പൊട്ടി ഒന്ന് മൂത്ത് വരുമ്പോൾ ഉണ്ടല്ലോ വറ്റൽമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. വറ്റൽമുളകും ഒന്ന് മൂത്തൊന്ന് വരുമ്പോഴത്തേക്ക് അതിലേക്ക് ഞാൻ ഇഞ്ചി കൊത്തി അരിഞ്ഞ് വെച്ചതും അതിൻ്റെ കൂടെ തന്നെ ഞാൻ വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുവാണ്. വെളുത്തുള്ളി അതേപോലെ ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ കേട്ടോ. മൂത്ത് വരുമ്പോൾ ഉണ്ടല്ലോ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇളക്കിയൊന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരണം കേട്ടോ. പിന്നെ എല്ലാവർക്കും തന്നെ മോരുകറി വെക്കാനൊക്കെ നന്നായിട്ട് അറിയാം. പലരും പണ്ടുള്ള അമ്മമാരൊക്കെ മോരുകറി വെക്കുമ്പം തേങ്ങയൊക്കെ നല്ല മഷി പോലെ അരച്ച് ചേർത്തിട്ടാണ് മോരുകറി വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെയൊന്നും ചേർക്കാറില്ല കേട്ടോ. ഞാൻ സാധാരണ തേങ്ങയൊന്നും ചേർക്കാതാണ് മോരുകറി വെക്കുന്നത്. അപ്പോൾ ഈ ഉള്ളിയെല്ലാം മൂത്ത് വന്നപ്പോഴത്തേന് അതിലേക്ക് ഞാൻ 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തു. കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇളക്കി കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 1 ടീസ്പൂൺ ജീരകമാണ് കേട്ടോ. ജീരകം ഇട്ട് കൊടുത്തു. ജീരകം ഇട്ട് കൊടുത്തതിന് ശേഷം അതൊന്ന് ഇളക്കണം. ഇളക്കിയതിന് ശേഷം നമുക്കതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ.
നമ്മുടെ ഇതിനൊരു നല്ല കളറിന് വേണ്ടിയിട്ടാണ്. ഞാൻ ആദ്യം വെള്ളരിക്ക വേവിച്ചപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നാലും നമുക്ക് ഈ കടുക് താളിക്കുമ്പോൾ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്ക് ഇളക്കണേ. ഇളക്കി നല്ല രീതിയിലൊന്ന് ഇളക്കി എല്ലാം ഒന്ന് മൂത്ത് വരണം കേട്ടോ. അപ്പം പിന്നെ ഇത് കണ്ടോ, നല്ലോണം നല്ല കളറൊക്കെ വന്നിട്ടുണ്ട്. ഈ സമയം ഞാനൊരു 1/2 ടീസ്പൂണ് ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1/2 ടീസ്പൂണ് മുളക് പൊടി വെളിച്ചെണ്ണയ്ക്കകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് മൂത്ത് വരണം. ഇതെല്ലാം കൂടെ വെളിച്ചെണ്ണയ്ക്കകത്ത് കിടന്ന് മുളക് പൊടി എല്ലാം ഒന്ന് മൂത്ത് വരണം കേട്ടോ. എന്നിട്ട് നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യണം. എന്നിട്ട് നമ്മുടെ ഈ വെളിച്ചെണ്ണ കടുക് താളിച്ചൊന്ന് ഇച്ചിരി ഒന്ന് ആറി വരുമ്പോൾ നമുക്കിത് നമ്മുടെ മോര് കറിക്കകത്തോട്ട് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അതേ ചൂടോടെ ഒഴിച്ച് കൊടുത്താൽ നമ്മുടെ മോര് കറി ഇച്ചിരി ആ ഒഴിക്കുന്ന ഭാഗമൊക്കെ ഒന്ന് പിരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, നല്ല അടിപൊളി നല്ല ഭംഗിയല്ലേ കാണാൻ. ഈ മോര് കറിക്കകത്തോട്ട് ഈ കടുക് താളിച്ചൊഴിച്ചതൊക്കെ കാണാൻ നല്ല ഭംഗിയല്ലേ. അപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. ഈ മോര് കറിയുടെ കൂടെ പിന്നെ നല്ല മീൻ കറിയോ അതുപോലുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോറ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. മോര് കറിയും അതുപോലെ നല്ല കോട്ടയം സ്റ്റൈലിലുള്ള മീൻ കറിയും അതുപോലെ എന്തെങ്കിലും ഒരു തോരനും ഒരു അച്ചാറോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ് ചോറ് കഴിക്കാനായിട്ട്. അപ്പോൾ ഇത് കണ്ട് ഞാൻ പിറ്റേന്ന് രാവിലെ എടുത്ത് നോക്കിയപ്പോൾ മോര് കറി ഇങ്ങനെ തിക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ലൊരു മണമാണ് കേട്ടോ. ഉലുവായുടെയും കായത്തിൻ്റെയും എല്ലാവരും നല്ലൊരു മണമാണേ. അപ്പോൾ പണ്ടുള്ള ആൾക്കാരൊക്കെ പിന്നെ മോര് കറി വെക്കുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞല്ലോ. എൻ്റെ അമ്മയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് തേങ്ങയൊക്കെ നന്നായിട്ട് അരച്ചിട്ടാണ് ഈ കുമ്പളങ്ങായും വെള്ളരിക്കായും ഒക്കെ ഇട്ടിട്ടുള്ള മോര് കറി വെക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ മോര് കറി ഇവിടെ സെറ്റായിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അടുത്തൊരു വീഡിയോയുമായിട്ട് ഉടനെ വരും. താങ്ക് യു.